യൂട്യൂബ് ഉപയോഗിക്കുന്നവരൊക്കെ യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കും. ഇഷ്ടംപോലെ പാട്ടുകൾ കേൾക്കും. എന്നാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്ന നേരം അതിൻ്റെ വീഡിയോ വിഷ്വൽ കൂടി നമുക്ക് പ്ലേ ആവും. വീഡിയോ ഒഴിവാക്കിയിട്ട് പാട്ട് മാത്രം കേൾക്കണമെങ്കിൽ നടക്കില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കുന്ന നേരം ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും. വീണ്ടും നമ്മൾ എടുക്കണം. എന്നാൽ യൂട്യൂബിലുള്ള ഏത് വീഡിയോൻ്റെയും ഓഡിയോ മാത്രം നമുക്ക് കേൾക്കാം. ഏത് പാട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. എങ്ങനെ? യൂട്യൂബിലുള്ള ഏത് വീഡിയോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അത് വീഡിയോ ഇല്ലാണ്ട് ഓഡിയോ മാത്രമായിട്ട് പ്ലേ ചെയ്യാം. അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിലും പ്ലേ ചെയ്യാം. ഇതിന് നമുക്ക് ഓഡിയോ ട്യൂബ് എന്ന് പറയുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടിയിലൊക്കെ പാട്ട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന നേരം പാട്ട് മാത്രം കേൾക്കണമെങ്കിലൊക്കെ വളരെ ഉപകാരമുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഓഡിയോ മാത്രം, ചില പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഡിയോ മാത്രം മതിയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഈ ഓഡിയോ ട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ സംഭവങ്ങൾ എന്ന്. ഓഡിയോ ട്യൂബ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ കുറേ കാറ്റഗറി കാണാം. സോങ്സ്, ബയോഗ്രഫി, പോഡ്കാസ്റ്റ്, ഓഡിയോ ബുക്സ്, ബുക്ക് സമ്മറി, അങ്ങനെ കുറേ സ്റ്റോറീസ്, മ്യൂസിക് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ സോങ്സ് എടുക്കാം. സോങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സോങ്ങും ഇവിടുന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മലയാളം സോങ്സ് എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ യൂട്യൂബിലുള്ള എല്ലാ മലയാളം സോങ്സും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ, പ്ലേ ചെയ്താൽ ഇങ്ങനെ ഒരു വീഡിയോ ഇല്ലാണ്ട് ഓഡിയോ മാത്രമായിട്ട് നമുക്ക് പ്ലേ ആവും. കോപ്പിറൈറ്റ് വരുന്നതിന് ഞാനത് മ്യൂസിക് വോളിയം കുറച്ചാണ്. ഇനി നമുക്കിതൊന്ന് ബാക്ക് ചെയ്ത് നോക്കാം. ബാക്ക് ചെയ്താൽ അതാ ബാക്ക്ഗ്രൗണ്ടിലും അത് പ്ലേ ആയിക്കോളും. അപ്പോൾ സംഭവം കിട്ടില്ലെന്നാണ്. നമുക്ക് യൂട്യൂബിലുള്ള ഏതൊരു വീഡിയോ അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് അതും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഓഡിയോ ട്യൂബ്. അത് മാത്രമല്ല, നമ്മൾ പ്ലേ ചെയ്യിക്കുന്ന സോങ്സ് ഒക്കെ, വീഡിയോ ഒക്കെ ഇവിടെ മേലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 21 എണ്ണം വരെ ഇവിടെ സ്റ്റോറായി നിൽക്കും. 22ാമത്തേതാകുന്ന നേരം ആദ്യത്തേത് ഡിലീറ്റ് ആവും. അങ്ങനെ 21 എണ്ണം വരെ നമുക്ക് ഒരു പ്ലേലിസ്റ്റ് ഒക്കെ ആവുന്ന നേരം പെട്ടെന്ന് സെർച്ച് ചെയ്യാണ്ട് കേട്ട പാട്ട് വീണ്ടും കേൾക്കാനൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാം. അതും നല്ലൊരു ഫീച്ചറായതിൻ്റെ. പിന്നെ നമ്മൾ കേട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നേരം, അതൊരു ഹിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന നേരം അത് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ മേലെ ഒരു ഗിയർ ഐക്കണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ഓൾ ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കേട്ട ആ ഹിസ്റ്ററി ഒക്കെ അവിടെ നിന്ന് ഡിലീറ്റ് ആകുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.